ശബരിമലയിലെ മിൽമ നെയ്യ് ക്രമക്കേട് അന്വേഷണത്തിന് ശരിയായ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. SP തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, DYSP ആയാലും മതി. ഇടപാടിന് ദേവസ്വം കമ്മീഷണർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതല്ലേ എന്ന് ഹൈക്കോടതി ഇന്നും ചോദിച്ചു. രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, ഗുരുതരമായ ക്രമക്കേടുകൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് കോടതിയിൽ നടന്നത്? ശ്രീജ, ശബരിമല മിൽമയിൽ നിന്ന് വാങ്ങിയ നെയ്യിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ സ്വമേധയെടുത്ത കേസാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും എത്തിയത്. ഇതിലാണ് കോടതി വ്യക്തമാക്കിയത് അന്വേഷണത്തിന് ശരിയായ ഉദ്യോഗസ്ഥനെ നിയമിക്കണം എന്ന നിലപാടാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. മികച്ച ഉദ്യോഗസ്ഥർ ഉണ്ടാകണം എന്ന കാര്യം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ SP വേണമെന്ന നിർബന്ധമില്ല, DYSP ആണെങ്കിലും കുഴപ്പമില്ല എന്ന കാര്യവും കോടതി വ്യക്തമാക്കി. മാത്രമല്ല, ഇടപാടിന് ദേവസ്വം കമ്മീഷണർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതല്ലേ എന്ന കാര്യം കോടതി ആവർത്തിക്കുകയും ചെയ്തു. വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ഹൈക്കോടതി ഉള്ളത്. തുടർന്നാണ് നേരത്തെ ഇത് സംബന്ധിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും അത് വിജിലൻസ് ഡയറക്ടറോട് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. മികച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ പട്ടിക നൽകണം എന്ന കാര്യവും പേരുവിവരങ്ങൾ നൽകണം എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ്ടും പിന്നീട് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ 10 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകണം ഈ വിഷയത്തിൽ എന്നതാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർക്കാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ദേവസ്വം ബെഞ്ച് നൽകിയിട്ടുള്ളത്. ആ പ്രാഥമിക റിപ്പോർട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിക്ക് മുന്നിലേക്ക് വരും. അതോടൊപ്പം തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം ഇതിൽ വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, അതായത് ശബരിമലയിലേക്ക് മണ്ഡല മകരവിളക്ക് സീസണിൽ നെയ്യ് വാങ്ങിയിരുന്നു. മിൽമയിൽ നിന്നാണ് ഈ നെയ്യ് വാങ്ങിയത്. അതിൽ കുറച്ച് തുക കോട്ട് ചെയ്ത മറ്റൊരു സ്ഥാപനം, തമിഴ്നാട്ടിലെ സ്ഥാപനം ഉണ്ടായിരുന്നു. പക്ഷേ അത് മറികടന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തു. ദേവസ്വം കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് അറിയിച്ചിരുന്നു, പക്ഷേ അത് പരിഗണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ നേരത്തെ വ്യക്തമായത്. അപ്പോൾ ഇത് വാങ്ങാനായിട്ടുള്ള സാഹചര്യം, ഇതിന്റെ സാമ്പിൾ പരിശോധന, അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്കൊക്കെ പോകുന്നതിനൊക്കെ മുൻപ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഉണ്ടായത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വാർത്തകളായി വരികയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളടക്കം പുറത്തു വരികയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ 10 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകണം എന്നതാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച ഉദ്യോഗസ്ഥർ വേണമെന്ന കാര്യവും കൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.